Hi everyone, welcome to Learn to Study. കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിൻ്റെ ഒരു പേടി സ്വപ്നമാണ് അക്കൗണ്ടിങ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആയാലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആയാലും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആയാലും പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയേഴ്സിന്. കാരണം നമ്മൾ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ തന്നെ ഇപ്പോൾ പല സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും. +2 ഹ്യൂമാനിറ്റീസ് എടുത്ത്, സയൻസ് എടുത്ത്, അല്ലെങ്കിൽ കൊമേഴ്സ് എടുത്ത കുട്ടികളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഹ്യൂമാനിറ്റീസും സയൻസ് ആയിരിക്കും അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ബേസിക് ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് വളരെ ഒരു ടെൻഷൻ പിടിച്ച സബ്ജക്റ്റാണ്. ഇപ്പോൾ +2 കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇതിൽ കൂടുതലായിട്ടും പ്രോബ്ലമാണ് വരുന്നത് അതുകൊണ്ടൊക്കെ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ അക്കൗണ്ടിങ്ങിൻ്റെ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഈ വീഡിയോയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ 4-ഇയർ ഡിഗ്രി അതായത് FIUGP പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് സെമസ്റ്റർ BCom സ്റ്റുഡൻസിൻ്റെ മേജർ പേപ്പറായിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ള വിനു സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതായത് ഒരു 80% അല്ലെങ്കിൽ 90% ക്വസ്റ്റ്യൻസും ഈ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. യൂണിവേഴ്സിറ്റീൻ്റെ സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് കോപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ നിന്നൊക്കെ നമുക്ക് ഈ ബുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് മോഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ടു ദി സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം, എങ്ങനെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ നമ്മൾ അതായത് ഒരു കമ്പനീൻ്റെ പ്രൊഫിറ്റ് എങ്ങനെയാണ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അതേപോലെ തന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ദി സിംഗിൾ എൻട്രി സിസ്റ്റത്തിലെ ഒന്നാമത്തെ പാർട്ട് വരുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ഇത്രയും ഭാഗമാണ്. രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഡബിൾ എൻട്രി സിസ്റ്റം ആൻഡ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റവും സിംഗിൾ എൻട്രി സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ദെൻ ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തെ പാർട്ട് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അണ്ടർ സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ നമുക്ക് പ്രോഫിറ്റ് ഓർ ലോസ് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്, അതിലൂടെ ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. വിത്ത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ്, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഫോർത്ത് പാർട്ടിൽ വരുന്നത് എന്താണ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ദെൻ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ കൺവേർഷൻ മെത്തേഡ്, രണ്ടാമത്തെ മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ തിയറി പാർട്ട് മാത്രമാണ്, നമുക്ക് സിലബസിൽ പ്രത്യേകം പറയുന്നത് തിയറി ഓൺലി. ഓക്കെ, അപ്പോൾ നമുക്ക് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലൂടെ പ്രോഫിറ്റ് ഓർ ലോസ് ഒക്കെ അസർട്ടൈൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ കമ്പാരിസൺ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡാണ് കൺവേർഷൻ മെത്തേഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഒന്നാമത്തെ മോഡ്യൂളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നോക്കാം. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്താണ് അക്കൗണ്ടിങ് എന്നറിയണം. കാരണം അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്നറിയണം, എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നറിയണം. ബിഫോർ ദാറ്റ് നമുക്ക് മെയിനായിട്ട് ആദ്യം എന്താണ് അറിയേണ്ടത്, എന്താണ് അക്കൗണ്ടിങ് എന്നറിയണം. അപ്പം സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അപ്പോൾ ഒരു കമ്പനിയിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിങ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻവോൾവഡ് ആണ്. ദാറ്റ് ഈസ് അക്കൗണ്ടിങ് ഈസ് ദി പ്രോസസ് ഓഫ് കളക്റ്റിംഗ്, നമ്മൾ കളക്ട് ചെയ്യുക, അതായത് ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുക. ഈ കളക്ട് ചെയ്ത ഇൻഫോർമേഷനെ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം. ദെൻ അതിനെ സമ്മറൈസ് ചെയ്യണം, അനലൈസ് ചെയ്യണം, ആൻഡ് റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ എബൌട്ട് എ ഫേം ടു യൂസേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലുള്ള
ഇൻഫോർമേഷൻ നമ്മൾ കളക്ട് ചെയ്തിട്ട് ആ ഇൻഫോർമേഷനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ ലെഡ്ജറൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ദെൻ അതിനെ നമ്മൾ സമ്മറൈസ് ചെയ്യണം, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം, എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുക പറയുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഡബിൾ എൻട്രി സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് മോഡേൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ എന്താണ് ഡബിൾ എൻട്രി സിസ്റ്റം, എന്താണ് സിംഗിൾ എൻട്രി സിസ്റ്റം? ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡബിൾ എൻട്രി, രണ്ട് എൻട്രി. ഓക്കെ. അപ്പോൾ എന്താണ് ഈ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ആണ്. നമ്മളൊരു ബിസിനസ് ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻട്രി എന്ന് പറയുന്നത്. അതായത് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ബിസിനസ്സിൽ ഫോർ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അപ്പോൾ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മെറ്റീരിയൽ ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്തു, പകരം ക്യാഷ് അവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു അല്ലേ? അപ്പോൾ ഈ ട്രാൻസാക്ഷനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ, അതായത് നമ്മളൊരു ജേണലിൽ ഇത് റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കാണിക്കുന്നതാണ് എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ട് എൻട്രിയാണ് വരിക. അപ്പോൾ അവിടെ ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, അതേപോലെ തന്നെ ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ പേഴ്സണൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും, റിയൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ കഴിയും, നോമിനൽ അക്കൗണ്ടൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. പക്ഷേ എല്ലാ കമ്പനിയിലും ഇതെന്തല്ല, ഈ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. കാരണം ഡബിൾ എൻട്രി സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് ലാർജ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ കേസിലാണ്. ഓക്കെ. ഇപ്പം നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ആണ് നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ടേക്സ് മോർ ടൈം, എഫേർട്ട് ആൻഡ് മണി. അപ്പോൾ അതിന് ഒരുപാട് ടൈം, അതേപോലെ തന്നെ ഒരുപാട് എഫേർട്ടും പിന്നെ ഒരുപാട് മണി ഒക്കെ ആവശ്യമായിട്ട് വരും, നല്ല ക്യാഷൊക്കെ ആവശ്യമായിട്ട് വരും. എന്തിന്? നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം ആണ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ എല്ലാ ഓർഗനൈസേഷനും ഇത് അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ സ്മോൾ ബിസിനസ് ഉണ്ടാവും. ഇപ്പോൾ ലൈക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, ഇപ്പോൾ സിംഗിൾ ഓണർ വരുന്ന സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതേപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഫേംസ്. അപ്പോൾ ഇവർക്കൊന്നും ഇത് എന്ത് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല, സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അതായത് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ സ്ട്രിക്റ്റ് റൂള് ഫോളോ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അവർ ഫോളോ ചെയ്യുന്നതാണ് എന്ത്? സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് അങ്ങനെ ഡിഫിക്കൽട്ട് ഉള്ള ഓർഗനൈസേഷൻസ് ഫോളോ ചെയ്യുന്നതാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ അവർ അവിടെ എന്ത് മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യുള്ളൂ? ദാറ്റ് ഈസ് ദേ മെയിൻറ്റെയിൻ ഓൺലി ക്യാഷ് ബുക്ക് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്. ഇപ്പോൾ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ, അതായത് ഒരു സിംഗിൾ ഓണറുള്ള സ്ഥാപനത്തിൽ മെയിനായിട്ട് അവർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബുക്കാണ് എന്ത്? ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തൊരു കച്ചവടം നടന്നു കഴിഞ്ഞാലും ഇപ്പം നമ്മളൊരു സാധനം കടയിൽ നിന്ന് വിറ്റു, അപ്പോൾ അവർ ഇന്ന സാധനം ഇത്ര രൂപയ്ക്ക് വിറ്റു, അവരത് മാർക്ക് ചെയ്യും. അപ്പോൾ അതാണ് ഒന്ന് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണ്? ഒന്ന് ക്യാഷ് ബുക്കാണ്, രണ്ടാമത്തത് അവർ പ്രിപ്പയർ ചെയ്യുന്നത് പേഴ്സണൽ അക്കൗണ്ട്സ് ആണ്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടാണ് അവർ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടിന് ബേസ് ചെയ്തിട്ടുള്ളതാണ്, പേഴ്സണൽ അക്കൗണ്ടും. ഓക്കെ. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം നമുക്ക് എപ്പോൾ വേണമെങ്കിലും അഡോപ്റ്റ് ചെയ്യാം, കാരണം അതിനൊരു സ്ട്രിക്റ്റ് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഡബിൾ എൻട്രി സിസ്റ്റം അങ്ങനെയല്ല, അതിനെന്തുണ്ട്? സ്ട്രിക്റ്റ് റൂൾസും കാര്യങ്ങളും ഉണ്ട്. അതിനൊരുപാട് ടൈം, അതേപോലെ തന്നെ എഫേർട്ട് ഒക്കെ എടുക്കണം. അപ്പം അങ്ങനെ ഈ സോൾ പ്രൊപ്രൈറ്റേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ സിംഗിൾ എൻട്രി എന്ന് പറയുമ്പോൾ വിച്ച് ഡസ് നോട്ട് മീൻ വൺ എൻട്രി ഫോർ ഈച്ച് ട്രാൻസാക്ഷൻ. ഇപ്പോൾ സിംഗിൾ എൻട്രി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും ഒരു സിംഗിൾ എൻട്രി അല്ലെങ്കിൽ ഒരു വൺ എൻട്രി മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക എന്നുള്ളതല്ല. പക്ഷെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് എന്താണ്? ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾസ് ആർ നോട്ട് സ്ട്രിക്റ്റ്ലി ഫോളോഡ് എന്നാണ്. അതായത് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ നമ്മൾ എന്തായിട്ട് ഫോളോ ചെയ്യുന്നില്ല? സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. അപ്പോൾ ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിൽ നിന്ന് നമ്മൾ തയ്യാറാക്കുന്ന അക്കൗണ്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്? സിംഗിൾ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്ത അക്കൗണ്ടിങ് ആണ് സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ആകെ കൺഫ്യൂഷൻ ആയില്ലേ? ഓക്കെ. നമുക്കിവിടെ എന്താണ് സിംഗിൾ എൻട്രി എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം.
ഓക്കെ, ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ആസ്പെക്റ്റ് ആണ് വരുന്നത്. ഒന്ന് പർച്ചേസും രണ്ടാമത്തേത് ക്യാഷും. അപ്പോൾ ഈ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ഡെബിറ്റ് ആസ്പെക്റ്റും ഒന്ന് മറ്റേത് ക്രെഡിറ്റ് ആസ്പെക്റ്റും ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ആസ്പെക്റ്റ് വരുന്നതാണ് എന്ത് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് വരുള്ളൂ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഫസ്റ്റ് ആസ്പെക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് പർച്ചേസ് എന്ന് പറയുന്നത്, രണ്ടാമത്തേത് ക്യാഷ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് എൻട്രി എഴുതുന്ന സമയത്ത് ഇപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എൻട്രി എഴുതുമ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ക്യാഷ് പോവുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് പോകുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യും ടു ക്യാഷ്. എന്താണ് വരുന്നത്, പർച്ചേസ്ഡ് ഗുഡ്സ് ആണ് വരുന്നത്. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് അത് ഇതിലേക്കാണ് പോവുക, പർച്ചേസ് അക്കൗണ്ടിലേക്കാണ് പോവുക. ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക. നേരെ മറിച്ച് സിംഗിൾ എൻട്രി സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്യാഷ് ബുക്ക് വരച്ചിട്ട് ആ ക്യാഷ് ബുക്കിൽ നമ്മൾ എന്ത് കാണിക്കും, എക്സ്പെൻസിൽ ക്യാഷ് പോയതായിട്ട് കാണിക്കും. ഓക്കെ, ബട്ട് ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെൻസ് സൈഡിൽ കാണിക്കും. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം ആണെങ്കിൽ ഇതിൽ ഒരു ആസ്പെക്റ്റ് മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഡബിൾ എൻട്രി സിസ്റ്റം ആകുമ്പോൾ ഈ രണ്ട് ആസ്പെക്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഈ ഒരു എൻട്രി അതായത് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞത് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 3 അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഓർഗനൈസേഷനും തയ്യാറാക്കുന്ന അക്കൗണ്ടിങ് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നമുക്കൊരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് നമുക്കൊരു കമ്പനീൻ്റെ പ്രോഫിറ്റ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ലോസ് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ നമുക്കൊരു കമ്പനി അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ രണ്ടാമതൊരു അക്കൗണ്ടിങ് പറഞ്ഞതാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നമ്മൾ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യാനാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഒരുപാട് കമ്പാരിസൺ, ക്യാഷ് ഫ്ലോ അനലൈസിസും അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റൊക്കെ കമ്പയർ ചെയ്തിട്ടും റേഷ്യോ അനലൈസിസ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ മാനേജേഴ്സിന് ഇൻഫോർമേഷൻ കൊടുക്കും. ആ ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ബിസിനസ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ദെൻ മൂന്നാമത് പറഞ്ഞ അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മളൊരു ഓർഗനൈസേഷൻ, മാനുഫാക്ചറിങ് കമ്പനീസ് ആണ് കൂടുതലായിട്ടും കോസ്റ്റ് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ മാനുഫാക്ചറിങ് കമ്പനി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിന് പെർ യൂണിറ്റിന് എത്ര കോസ്റ്റ് വരും എന്ന് നിർണ്ണയിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് അതിൻ്റെ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കോസ്റ്റിംഗ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ സിംഗിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ മോഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ ടു ദി സിംഗിൾ എൻട്രി സിസ്റ്റം ആണ്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ മീനിങ് എന്താ, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഡസ് നോട്ട് ഫോളോ ദി ഡബിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യാത്ത അക്കൗണ്ടിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഡസ് നോട്ട് ഫോളോ ദി ഡബിൾ എൻട്രി സിസ്റ്റം ആണ്. അവിടെ ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നില്ല. ഡബിൾ എൻട്രി സിസ്റ്റം എങ്ങനെയാണ് ഫോളോ ചെയ്യാത്തത്, ഡബിൾ എൻട്രി സിസ്റ്റം പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് ഡബിൾ എൻട്രി സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല. ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും. അതായത് ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൽ നമ്മൾ ഡബിൾ എൻട്രി ഫോളോ ചെയ്യുന്നില്ല, ഫുള്ളായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. തീരെ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതല്ല, കംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റം നമ്മൾ സ്ട്രിക്റ്റ് റൂൾ ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ആസ്പെക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യും. അതാണ് സിംഗിൾ എൻട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അണ്ടർ ദിസ് സിസ്റ്റം ഓൺലി ദി അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു ഡെപ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ് ആർ മെയിൻറ്റെയിൻഡ്. അപ്പോൾ ഈ സിസ്റ്റം പ്രകാരം നമ്മൾ ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് മാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്തും മെയിൻറ്റെയിൻ ചെയ്യും, ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടെ റിയൽ അക്കൗണ്ടും അതുപോലെ തന്നെ അതായത് ക്യാഷ് ബുക്കും അതുപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ടും ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ഒന്ന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്താണ്, ക്യാഷ് ബുക്കാണ്.
രണ്ടാമത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഈ പേഴ്സണൽ അക്കൗണ്ട് ആണ് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ്, the single entry system is a basic and informal method of recording financial transactions. അപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സിംഗിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എന്ത് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ക്യാഷ് ബുക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ അത് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ക്യാഷ് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ട് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കി നോക്കൂ, ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ്, അതായത് സിംഗിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നത് ആരാണ്, സ്മോൾ ബിസിനസ്സസ് ഓർ ഇൻഡിവിജ്വൽസ് who want a simple way to keep track of their income and expenses without maintaining a complete set of accounting books. അപ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് സെറ്റ്, അതായത് ഒരു ഓർഗനൈസേഷനിൽ മൊത്തം അക്കൗണ്ടിങ്ങും മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ ചെറുതായിട്ട് സിമ്പിളായിട്ട് അതിൻ്റെ ഇൻകം ആൻഡ് എക്സ്പെൻസസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്, സിംഗിൾ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് സ്മോൾ ബിസിനസ്സും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസും ആണ്. ഓക്കെ, ദെൻ അൺലൈക്ക് ദി ഡബിൾ എൻട്രി സിസ്റ്റം വിച്ച് റെക്കോർഡ്സ് എവറി ട്രാൻസാക്ഷൻസ് ഇൻ 2 അക്കൗണ്ട്സ്. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റം എല്ലാ ട്രാൻസാക്ഷനും 2 അക്കൗണ്ട്സിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതായത് ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബട്ട് സിംഗിൾ എൻട്രി സിസ്റ്റം റെക്കോർഡ്സ് ഓൺലി വൺ സൈഡ് ഓഫ് എ ട്രാൻസാക്ഷൻ. സിംഗിൾ എൻട്രി സിസ്റ്റം ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു സൈഡ് മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ, ഒന്നെങ്കിൽ ഡെബിറ്റ് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ക്രെഡിറ്റ് ആസ്പെക്റ്റിൽ. ഓക്കെ, അപ്പം ഷോർട്ടായിട്ട് നമുക്ക് എന്ത് പറയാം, ദാറ്റ് ഈസ് സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ആൻ ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദി സിസ്റ്റം വിച്ച് ഡസ് നോട്ട് ഫോളോ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് കംപ്ലീറ്റ്ലി ഈസ് നോൺ ആസ് എ സിംഗിൾ എൻട്രി സിസ്റ്റം. അതായത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിങ്ങിൻ്റെ, അതായത് ഡബിൾ എൻട്രീൻ്റെ പ്രിൻസിപ്പിള് ഫുള്ളായിട്ട് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കേസിനെയാണ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ആൻ ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റം ആണെന്ന് പറയുന്നത്. ഓക്കെ, ഒരു കംപ്ലീറ്റ് ചെയ്യാത്ത ഡബിൾ എൻട്രി സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് വിച്ച് ഡസ് നോട്ട് ഫോളോ ദി ഡബിൾ എൻട്രി സിസ്റ്റം. ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ എന്താ പറയുന്നത്, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു കോക്ലർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. എ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ഇൻ വിച്ച് ആസ് എ റൂൾ ഓൺലി റെക്കോർഡ്സ് ഓഫ് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. അപ്പം അക്കോർഡിംഗ് ടു കോഹ്ലറിൻ്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്, എ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്, ഇൻ വിച്ച് ആസ് എ റൂൾ, ഇപ്പോൾ ഇതിൽ ഒരു റൂളായിട്ട് റെക്കോർഡ്സ് ഓഫ് ക്യാഷ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ട്സ് ആർ മെയിൻറ്റെയിൻഡ്. അവിടെ നമ്മൾ ക്യാഷ് റെക്കോർഡ്സ് മാത്രമേ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ, ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, അതേപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ട്സും ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, then it is always incomplete double entry varying with circumstances. അപ്പോൾ ഇതിനെന്താണ് നമ്മൾ പറയുന്നത്, ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി ആണ്, വേരിയിങ് വിത്ത് സർക്കംസ്റ്റാൻസസ്, സാഹചര്യം അനുസരിച്ചിട്ട് അത് മാറുകയും ചെയ്യും. അപ്പോൾ ചില ട്രാൻസാക്ഷനൊക്കെ നമ്മൾ 2 എൻട്രിയും, അതായത് ഡെബിറ്റ് ആസ്പെക്റ്റിലും ക്രെഡിറ്റ് ആസ്പെക്റ്റിലും കാണിക്കും, പക്ഷേ ചിലതൊക്കെ നമ്മൾ സിംഗിൾ ആസ്പെക്റ്റിൽ മാത്രമേ കാണിക്കുള്ളൂ. അതുകൊണ്ടാണ് അത് സിംഗിൾ എൻട്രി സിസ്റ്റം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് ആണ്. അവിടെ നമ്മൾ ക്യാഷ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ പേഴ്സണൽ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കി നോക്കൂ, ദി സിസ്റ്റം വിച്ച് ഡസ് നോട്ട് ഫോളോ ദി പ്രിൻസിപ്പിൾ ഓഫ് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് കംപ്ലീറ്റ്ലി ഈസ് നോൺ ആസ് സിംഗിൾ എൻട്രി സിസ്റ്റം. അപ്പോൾ ഏതൊരു സിസ്റ്റമാണോ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാത്തത്, ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നതാണ്, സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ആൻ ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇൻകംപ്ലീറ്റ് ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഓക്കെ.